ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് മുന്നത്തെ മുൻപേ ഇല്ല എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ആ ഒരു സ്ക്രഞ്ചീസിൻ്റെ വീഡിയോസ് വൈറലായ സമയത്ത് ആ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ക്യാമറേൻ്റെ മുന്നിൽ വന്നെത്തുന്നത്. ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ ആ സമയത്ത് വന്നിട്ടുണ്ടായത് മാസ്ക് ഇട്ടിട്ടാണ്. അപ്പം ആ ഒരു എനിക്ക് തോന്നണേ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 6 വർഷമായി. 6 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു അടുത്ത കാലത്താണ് ക്യാമറ നോക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ ആദ്യം എനിക്ക് ക്യാമറ തുറന്ന് സംസാരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ ഫേസ് കാണിക്കാനില്ലേ ആ ഒരു മൈൻഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ജേണിയിൽ നിന്നും ഞാൻ എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് എങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ക്യാമറ ശരിയെല്ലാം മാറ്റുക എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ കമൻറ്റ് ചെയ്യുക. ഒരു കുഴപ്പമില്ല, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാനിപ്പോൾ നെഞ്ചിലേറ്റാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ആ നെഗറ്റീവിനകത്ത് തന്നെ തുടങ്ങാം. അതാണല്ലോ നമ്മൾ ശരിക്കും നമ്മളിങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആ ഒരു നെഗറ്റീവ് തോട്ട്സാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്ന വോയിസ് കൊടുക്കൂലേ, അപ്പോൾ ഞാനിങ്ങനെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ വായി തുറന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിസ്റ്റേക്ക് വരും. അതാണ് ഞാൻ ശരിക്കും അങ്ങനെയാണ്. എൻ്റെ ഓരോ അക്ഷരങ്ങൾ കറക്റ്റായിട്ട് സംസാരിക്കുന്ന ആ ഒരു ഇതല്ല ഞാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. ഞാനിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചിന്തിക്കുക, പഠിച്ചു അയാൾ പറഞ്ഞത് തെറ്റ, ചില വാക്കുകൾ തന്നെ മാറിപ്പോവും, ചില സാധനത്തിൻ്റെ വാക്കുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പം അന്നേരം നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ വോയിസ് ഒരു പ്രാവശ്യം വോയിസ് കൊടുക്കും, എന്നിട്ട് ശരിയാവില്ല, അത് ഡിലീറ്റ് ആക്കും, വീണ്ടും വോയിസ് കൊടുക്കും, എന്നിട്ടും ശരിയാവില്ല, എന്നിട്ടും ഡിലീറ്റ് ആക്കും. അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് ഒരു വോയിസ് നല്ലൊരു നീറ്റിൽ കിട്ടല്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവം നമ്മൾ വീഡിയോ അവിടെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സംഭവം മറന്നു പോകും. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് ഇന്ന വീഡിയോക്ക് ഇന്ന ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കും. പക്ഷെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു മൈൻഡ് കിട്ടൂല, ആ ഒരു ഓർമ്മ കിട്ടൂല. എല്ലാവർക്കും അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് നമ്മളെ നെഗറ്റീവ് പറയുമല്ലോ എന്ന് ചിന്തിച്ച് വോയിസ് കൊടുക്കരുത്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കുക. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊന്നും എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാമറേൻ്റെ മുന്നിൽ വരാനോ ഒന്നും കഴിയില്ല. ഫസ്റ്റ് നമുക്ക് കുറേ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ പോലെ ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ വോയിസ് കൊടുക്കുക. അപ്പോൾ വോയിസിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അത് മാറ്റിയെടുക്കാം. നമ്മൾ തെറ്റ് കണ്ടാലല്ലേ നമുക്ക് മാറ്റാൻ തോന്നുള്ളൂ. അപ്പോൾ വോയിസ് കൊടുത്തതിന് ശേഷം ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടാലും കുഴപ്പമില്ല. അതിന് ഇന്നടുത്ത് ഇങ്ങനെ തെറ്റുണ്ട്, എനിക്ക് എല്ലാ മിസ്റ്റേക്കും പറഞ്ഞുതരും. ഒന്നെൻ്റെ ഫ്രണ്ടും ഒന്നെൻ്റെ റാസിക്കാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി എനിക്ക് പറഞ്ഞു, ഫിബി ഇന്ന വോയിസിൽ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, പിന്നെ അതിന് ചെയ്യാൻ കഴിയില്ല, മാറ്റാനൊന്നും കഴിയില്ല. അപ്പോൾ നമുക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് അങ്ങനെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്ന അങ്ങനെ. അപ്പോൾ പിന്നെ ക്യാമറേൻ്റെ മുന്നിലേക്ക് വന്നിട്ട് സംസാരിക്കാൻ എനിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പണ്ടേ ഇങ്ങനെ ചെയ്യുമോ. അപ്പോൾ വീട്ടിൽ നിന്ന് പണ്ടേ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതിലേക്ക് മോള് ചെറുതില്ല സമയത്ത് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് പറയും, ഹലോ ആച്ചി, വെൽക്കം ബാക്ക് ടു ജൂസ് ചാനൽ, ഇങ്ങനെ കുഞ്ഞ് പറയും. അപ്പോൾ അനിയത്തി അതേപോലെ തന്നെ വ്ളോഗിൽ ചെയ്യുന്നത് പോലെ ക്യാമറ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. ആ ഒരു അങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാണ്ട് തന്നെ യൂട്യൂബ് ചാനൽ ഇല്ലതുപോലെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടൊന്നും അറിയുന്നില്ല, വെറുതെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഹലോ ഗൈസ് നമ്മളിങ്ങനെ പോവാണ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യും. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറേൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയെന്ന്, പുറത്തുനിന്ന് ആരും ഇപ്പം കേൾക്കുന്ന ഒന്നുമില്ല. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാം.
അതാണ് ഈ ഒരു എൻ്റെ മൈൻഡ് കേട്ടോ. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തല്ലേ, ആ ഒരു സമയത്ത് എന്താ പറയുക, നമുക്കൊരു ചെറിയൊരു നാണം ഉണ്ടാവും, ചെറിയൊരു അക്കശക്കൊക്കെ ഉണ്ടാവും. ആദ്യമെല്ലാം എന്താ പറയുക, ക്യാമറ നോക്കി സംസാരിക്കാൻ അറിയാമെങ്കിലും മുഖം കാണിക്കാൻ ഭയങ്കര മടിയാണ്. കാരണം മുഖം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുഖം നമ്മളെ ആൾക്കാർ അറിയൂലേ, അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മോശമല്ലേ എന്നുള്ളിൽ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിന്. എല്ലിൽ ഒരു നെഗറ്റീവ് തോട്ട്സാണ് നമ്മളെ കാര്യമായിട്ട് നമ്മളെ പേരെറിയണത്. അപ്പോൾ ഞാൻ എന്താക്കും, ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന ഇതുപോലെ ക്യാമറ മാത്രം നോക്കും. ഞാൻ എൻ്റെ സ്ക്രീന് നോക്കലില്ല. ഇപ്പോൾ ഞാൻ നോക്കുന്നത് ഫ്രണ്ട് ക്യാമറേൻ്റെ ഇവിടെ മാത്രമാണ്. അപ്പോൾ സ്ക്രീന് നോക്കുകയേ ചെയ്യില്ല. സ്ക്രീന് നോക്കാണ്ട് ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ എന്താവും, അതാ അവിടെ തട്ട ശരിയല്ല, അവിടെ ഇത് ശരിയല്ല എന്നുള്ളൊരു മൈൻഡ് വരും. അപ്പോൾ എന്താവും, നമ്മുടെ ആ ഒരു കോൺഫിഡൻറ്റിന് അത് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കളി. അപ്പോൾ എന്താക്കണം, നമ്മൾ ക്യാമറ നോക്കി സംസാരിക്കുന്ന സമയത്ത് ക്യാമറ മാത്രം നോക്കുക, വേറെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ എന്താവും, നമുക്ക് ഇപ്പോൾ ഇത്രയും സമയത്ത് ഞാൻ ക്യാമറ മാത്രമേ നോക്കിയിട്ട്, അത് ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ നോക്കി നോക്കി ചെയ്തുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ടെൻഷൻ വരുന്നതോ, അയ്യോ ഞാനിങ്ങനെ സംസാരിക്കുന്നതെന്നില്ലെല്ലാം മൈൻഡ് വരും. പിന്നെ അതിനും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുള്ള ബാക്ക് ക്യാമറ വെച്ചിട്ട് സംസാരിക്കുന്നതാണ്. അതായിരിക്കും പിന്നെയും ഒരു ബെറ്റർ ആയിട്ട് തോന്നല്. എന്നാൽ ജസ്റ്റ് ഒന്ന് പൗസ് അടിച്ചതിന് ശേഷം നോക്കുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ക്യാമറയിൽ വെച്ചിട്ട് ഒന്നുകൂടെ സംസാരിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് രണ്ടാമത്തത്. അപ്പോൾ ആദ്യമൊക്കെ മാസ്ക് ഇട്ടിട്ട് വീഡിയോ ചെയ്യും, പിന്നെ അതൊക്കെ ബോറായി തോന്നി. എന്നോട് എൻ്റെ ഫ്രണ്ടിൻ്റെ എല്ലാവരും പറഞ്ഞ്, എന്തിനാ അങ്ങനെ മാസ്ക് ഇട്ടിട്ട് ചെയ്യുന്നത്, നോർമൽ തന്നെ സംസാരിക്കേ രസം ഉണ്ടാവും എന്ന് പറയും. ആദ്യമൊക്കെ കാണുമ്പോൾ ഒരു അക്കശക്കൊക്കെ ഉണ്ട്. പിന്നെ പ്രശ്നം, പിന്നെ നമ്മൾ ഈ പുറത്ത് പോയിട്ടൊക്കെ സംസാരിക്കൂലേ, പുറത്ത് പോയിട്ട് ഇപ്പം ആ ഒരു മൈൻഡ് എൻ്റെ ഇപ്പം വന്നിട്ടില്ല കേട്ടോ. പുറത്ത് പോയിട്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത് പുറത്ത് പോയിട്ട് ഇങ്ങനെ ക്യാമറ വെച്ച് സംസാരിക്കാനില്ലേ ആ ഒരു ടെൻഡൻസി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എന്താ പറയുക, നമ്മളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് സംസാരിക്കും. അവർ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫാമിലീസിൻ്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് സംസാരിക്കും. ആ ഒരു മൈൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറേൻ്റെ മുമ്പിൽ നോക്കിയിട്ട് സംസാരിക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. ഒറ്റയ്ക്കില്ലാത്ത സമയത്ത് ആരും പേടിക്കേണ്ട, നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, ഇപ്പോഴും എൻ്റെ സംസാരത്തിൽ നീറ്റ് വന്നിട്ടില്ല, അതെനിക്കറിയാം. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒരേപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ കുറേ മിസ്റ്റേക്ക് ഉണ്ട്, എൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അതിങ്ങനെ ഓരോരോ ആൾക്കാരായിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു തരും. ഇന്നത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ട് നമുക്ക് തോന്നും. നെഗറ്റീവായിട്ട് തോന്നിയാലും ആ നെഗറ്റീവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താകാൻ പറ്റൂ, പോസിറ്റീവ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ നെഗറ്റീവ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ്. നമ്മളെ ഫാമിലിയിലെ ആൾക്കാരാണെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ അതെന്താ അങ്ങനെ, എന്ത് വീടാന്ന് വീഡിയോ ചെയ്യുന്നത്, എന്താ ഈ ചെയ്യുന്നത്, എന്ത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അവർക്കതൊരു ഇങ്ങനെ ചോദിച്ചാൽ അവർക്ക് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ എന്താ ഒരു ഫീലാവും. ഇപ്പം ആ ഫീലിങ്സ് ഒന്നും ഇല്ല, ഓക്കെ അത് കുഴപ്പമൊന്നുമില്ല എന്നില്ല മൈൻഡാണ് ഇപ്പം. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ക്യാമറ മാത്രം നോക്കി സംസാരിക്കുക, വേറെ ഒന്നും നോക്കരുത്. പിന്നെ നമ്മുടെ വോയിസൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ നമ്മളൊരു കുറച്ച് ലുക്കിൽ തന്നെ വന്ന് ക്യാമറേൻ്റെ മുമ്പിലിരിക്കുക, നാലാൾക്കാർ കാണുന്നതാണല്ലോ, ആ ഒരു ലുക്കിൽ വന്നിട്ടിരിക്കുക. അങ്ങനെ നോക്കിയിട്ട് എങ്ങനെ സംസാരിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു വീഡിയോ ചെയ്യുന്നതെന്നില്ല മൈൻഡിലേ നമ്മൾ എന്താക്കാൻ പാടില്ല, നമ്മളൊരു വീഡിയോ ചെയ്യുന്നതെന്നില്ല കാര്യം നമ്മൾ എന്താക്കാൻ പാടില്ല, മൈൻഡിൽ കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പ്രധാന പോയിൻറ്റ്സുകൾ നമ്മളത് എടുത്ത് വെച്ചിട്ട് അതിനെ പറ്റിയിട്ട് മാത്രമായിട്ട് സംസാരിക്കണം, അത് ഫോക്കസ് ചെയ്തിട്ട് സംസാരിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.